ഞാൻ കയറി കണ്ടു, അടിപൊളിയാണ്. നോക്കി വെച്ചിട്ടുണ്ട്. പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പം പ്രോജക്റ്റിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു സീരിയൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഹീറോ ആയിട്ട് ഒന്ന് മലയാളത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ചാനലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൽ നമ്മൾ ചാനലിലല്ല ചോദിച്ചത്, ഞാൻ സിനിമയുടെ ചോദിച്ചത്. സിനിമ വന്നു, പക്ഷെ നമുക്ക് ഒരു മോസ്റ്റ്ലി ഒരു 40 days ഒക്കെ സിനിമയ്ക്ക് കൊടുക്കണം. എനിക്കതിലൊരു ഞാൻ ഈ അടുത്തൊരു സംഭവം ഞാൻ എന്താ പറയുക, ഇന്നിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു. അപ്പോൾ അതിൽ ഏതോ ഒരു പടത്തിന് വേണ്ടിയിട്ട് താങ്കളെ വിളിച്ചപ്പോൾ അതിന് ഈ ഒരു സീരിയലിൻ്റെ ഷൂട്ടിൻ്റെ ബേസ്മെൻറ്റ് വെച്ചിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ വലിയൊരു ക്യാരക്ടർ നഷ്ടപ്പെട്ടു പോയി എന്നറിഞ്ഞു. അത് ഒന്നല്ല, പല പല ക്യാരക്ടേഴ്സ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ചെമ്പനി പൂ എന്ന് പറയുന്ന ഒരു സീരിയൽ കാരണമാണ് ഞാൻ എന്നൊരു വ്യക്തി ഇത്രയും എന്താ പറയാ, ഈ കേരളത്തിൽ ഒട്ടാകെ, കേരളം എന്നല്ല, ഓൾമോസ്റ്റ് ഈ മലയാളികൾ എവിടെയുണ്ട് അവിടെ എല്ലായിടത്തും ഇപ്പൊ എന്നെ സച്ചി എന്ന് പറയാം. എന്റെ സ്വന്തം പേര് പോലും ആർക്കും അറിയാൻ പാടില്ല. ഇവിടെ വന്നപ്പോ പോലും എന്നെ സച്ചി എന്ന് പറഞ്ഞാ വിളിച്ചത്. എന്റെ സ്വന്തം പേര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആർക്കും അറിയില്ല. അറിയോ? ആരാ? ആരുണ്ടോ? നോക്കിയിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടന്റെ ഫോളോ ഉണ്ടോ? അപ്പൊ അതേപോലെ ഈ ഒരു മേഖലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ സ്നേഹം കൂടിയാണ്. സിനിമ എന്ന് പറയുന്നതിന് എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാവർക്കും അറിയില്ല. പക്ഷെ സീരിയലിൽ ഒരു ദിവസം കണ്ടില്ലെങ്കിലും പിറ്റേ ദിവസം കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എന്തായാലും കാണാതിരിക്കില്ല. സീരിയലിന് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു ദിവസം കറണ്ട് പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അത് കാണാണ്ടായി പോയിട്ടില്ലെങ്കിൽ നമ്മളെ അമ്മയൊക്കെ എന്താ കാണിക്കുന്ന ടെൻഷൻസ് നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഒരുപാട് അമ്മമാര്, ചേച്ചിമാര്, സഹോദരിമാരൊക്കെ ശരിക്കും ഒരു റൊട്ടീൻ പോലെയാണ് സീരിയൽ അല്ലേ. അങ്ങനെയാണ്, അത്ര ഒരു സ്വീകാര്യതയുള്ള ഒരു മേഖലയാണ്. നിരവധിയായ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖല മാത്രമല്ല, അതിൽ നിന്ന് സിനിമയിലേക്ക് എത്തിപ്പെട്ട ആൾക്കാർ, അങ്ങനെ വലിയ വലിയ താരങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു മേഖല കൂടിയാണ് സീരിയൽ. തീർച്ചയായും ഞാനൊക്കെ ആദ്യം സിനിമ ത്രൂ ആണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. പക്ഷേ സീരിയൽ ചെയ്യണ്ട എന്ന് തീരുമാനിച്ച ആളായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിൽ എത്തിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സീരിയൽ എത്രത്തോളം ആൾക്കാരിൽ ഇമ്പാക്റ്റ് തരുന്നൊരു കാര്യമാണെന്നുള്ളത്. ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ടോവിനോയുടെ ഒരു മൂവി നരിവേട്ട എന്ന് പറയുന്നൊരു മൂവി വയനാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ പോകാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് പുള്ളിനെ കാണാനും സംസാരിക്കാനും പറ്റി. അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ കുറേ ട്രൈബൽസ്, ആദിവാസികൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ടോവിനോയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്വീകാര്യത അതെനിക്ക് കിട്ടി. എനിക്ക് നന്നായിട്ട് ഫീലായി. ബിക്കോസ് അവർ സീരിയൽ കാണുന്ന ആൾക്കാരാണ്. സിനിമ എല്ലാവരും അവിടെ കാണാൻ പറ്റുന്നില്ല, അവർക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് എന്താ പറയുക, ഒരു സന്തോഷം, വളരെ സന്തോഷം. തീർച്ചയായിട്ടും. അതായത് ഒരു കഥാപാത്രത്തിനെ മനസ്സിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ അത് സീരിയലായാലും സിനിമയായാലും ഈവൻ ഷോർട്ട് ഫിലിം ആയാൽ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മേഖലയിലും ആ കഥാപാത്രം ആ ഒരു സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന സ്നേഹവായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിലമതിക്കാനാവാത്ത ഒരു ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ഒരു ഓട്ടോ ജംപ്സിനെ പറ്റി ഒരു 2 വാക്ക് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓട്ടോ ജംപ്സിനെ കുറിച്ച് ഞാൻ എന്താ പറയുക, ഓട്ടോ ജംപ്സ് കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓട്ടോ ജംപ്സ് ഇവിടെ നമ്മളെ കൊയിലാണ്ടിയിൽ സെക്കൻഡ്സ് കാർ അങ്ങനെ വിപണി അങ്ങനെ